ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് NCERT ക്ലാസ് 10 ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യൂസ് യൂക്ലിഡ്സ് ആൽഗോരിതം ടു ഫൈൻഡ് ദി HCF ഓഫ് 4052 ആൻഡ് 12576. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. യൂക്ലിഡ്സ് ആൽഗോരിതം വെച്ച് അതിൻ്റെ HCF കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് A is equal to BQ plus R. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. A and B എന്ന് പറയുന്ന രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യുണീക്ക് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് കിട്ടും, Q and R, വിച്ച് സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് യുണീക്ക് ഇൻറ്റിജേഴ്സ് കിട്ടും. ഓൾസോ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, R എന്ന് പറയുന്നത് will always be ഈ ഒരു കണ്ടീഷനിലായിരിക്കും, 0 less than equal to R less than B. That is, R എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് either it can be 0 or it can be a number greater than 0 and പിന്നെന്താണ്, R will always be less than B. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ദ റിമൈൻഡർ ക്യാൻ ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 0, പക്ഷേ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ബി. നമ്മുടെ ബീനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 0യും ആകാം, പക്ഷേ ഇറ്റ് വിൽ നെവർ ബി ഗ്രേറ്റർ ദാൻ ബി. അതാണ് നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അപ്പോൾ ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്? എ ഇസ് അവർ ഡിവിഡൻറ്റ്. എ ആണ് നമ്മുടെ ഡിവിഡൻറ്റ് ആൻഡ് ബി ഇസ് അവർ ഡിവൈസർ. ക്യൂ ഇസ് ദി കോഷ്യന്റ്, ആർ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് വിൽ ഫൈൻഡ് ദി HCF ഓഫ് 4052 ആൻഡ് 12576. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പറിൻ്റെ HCF കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ ആദ്യമേ എഴുതുക. HCF ഓഫ് 4052 ആൻഡ് 12576 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു അസൈൻ വാല്യൂസ് ഫോർ എ ആൻഡ് ബി. എ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എ എന്താണ്, ബി എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, സോ എ വിൽ ബി ദ ബിഗ്ഗസ്റ്റ് നമ്പർ. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പറിൽ ഏതാണോ ബിഗ്ഗസ്റ്റ് അതായിരിക്കും നമ്മുടെ ഡിവിഡൻറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടീഷൻ എഴുതാം, A will always be greater than B. Okay, so choose A such that A is greater than B. So A will be the dividend. ഇവിടെ വലിയ നമ്പർ ഏതാണ്? 12576. So നമ്മുടെ ഇവിടുത്തെ A എന്ന് പറയുന്നത് 12576 ആണ്. And B will be 4052. ഇതാണ് നമ്മുടെ A യും B. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ HCF കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നുകിൽ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം ഡിവൈഡ് ചെയ്തതിന് ശേഷം ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഏതാണോ ഈസി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പേജ് ഫുൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോ ഡിവിഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡിവിഷൻ ചെയ്യാം. ആദ്യത്തേത് 12576. നമ്മുടെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. വിൽ ഡിവൈഡഡ് വിത്ത് അവർ ഡിവൈസർ വിച്ച് ഇസ് 4052. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ 3 ടൈംസ് പോകും, 12156. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ട് ഇവിടെ എഴുതാം കേട്ടോ. 3420. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും റിമൈൻഡറും. സോ ഇതാണ് നമ്മുടെ കോഷ്യൻറ്റ്, ഇത് നമ്മുടെ റിമൈൻഡർ. ഇതെന്തായിരുന്നു? 4052 ആണ് നമ്മുടെ ഡിവൈസർ എന്ന് നമ്മൾ ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിവൈസറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ എ വിച്ച് ഇസ് ദി ഡിവിഡൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ ആൻസർ. ഇപ്പോൾ സ്റ്റെപ്പ് 1. ഇപ്പം നമ്മുടെ ലെമ്മ എന്താണ്? A is equal to BQ plus R. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. A എന്തായിരുന്നു? 12576. So 12576 is equal to Bക്ക് പകരം
4052 ഇൻറ്റു നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് എത്രയാണ് 3 പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് 420. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഡിവൈസർ ഇല്ലേ, അതാണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ ഡിവൈസർ 4052 അല്ലേ. ഇതാണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് നമ്മൾ ഏത് സിമ്പൽ കൊണ്ടാണോ അല്ലെങ്കിൽ ഏത് ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിവിഡൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം 4052 എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഡിവിഡൻറ്റ്. അപ്പം എ സെക്കൻഡ് സ്റ്റെപ്പിൽ എ വിൽ ബിക്കം 4052 ആൻഡ് പഴയ റിമൈൻഡർ 420 ആണ് നമ്മുടെ പുതിയ ഡിവൈസർ. നമ്മുടെ ഡിവൈസർ ഏത് ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബി അല്ലേ. അപ്പം 420 ആണ് നമ്മുടെ പുതിയ ഡിവൈസർ 420. നോക്കിക്കേ, നമ്മളെ കണ്ടീഷനും വാലിഡ് ആണല്ലോ ഇവിടെ. എ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ബി. 4052 ആണ് 420യേക്കാൾ വലുത്. ഓക്കെ, ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4052 ഡിവൈഡഡ് വിത്ത് 420. 9 times 3780. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 272. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഡിവിഷനും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ലെമ്മ എഴുതണം. സോ സ്റ്റെപ്പ് 2 അഗൈൻ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എഴുതാം. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ഇവിടുത്തെ എ എന്താണ്? 4052. സോ 4052 ഈക്വൽ ടു ബി എന്താണ്? 420 ഇൻറ്റു ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് എത്രയാ? 9 പ്ലസ് 272. അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇവിടെ ഇത് എ ബി ക്യു ആർ. നമ്മൾ നേരത്തെ പറഞ്ഞു നെക്സ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്നത് പ്രീവിയസ് ബി ആണ് എന്താകുന്നത്? അടുത്ത സ്റ്റേജിലെ എ ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ ബി വിൽ ബിക്കം എ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ആൻഡ് റിമൈൻഡർ പ്രീവിയസ് സ്റ്റെപ്പിലെ റിമൈൻഡർ ആണ് അടുത്ത സ്റ്റെപ്പിലെ എന്താകുന്നത്? ബി ആകുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ എ വിൽ ബി 420 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 272. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 420 ആൻഡ് 272. 1 time 272. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ കോഷ്യൻറ്റും റിമൈൻഡറും ആണിത്. ഓക്കെ, സോ ക്യൂ എന്ന് പറയുന്നത് 1ഉം ആർ ഇസ് ഈക്വൽ ടു 148. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ വിച്ച് ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 420 ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 272 ഇൻറ്റു 1 പ്ലസ് ദ റിമൈൻഡർ ഹിയർ ഇസ് 148. നമ്മൾ ഈ സ്റ്റെപ്പ് എത്ര വരെ കണ്ടിന്യൂ ചെയ്യണം? അൺടിൽ വി ഗെറ്റ് എ റിമൈൻഡർ 0. നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നവരെ നമ്മൾ ഈ ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്തോ അല്ലെങ്കിൽ ഈ ഡിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മളെ തേർഡ് സ്റ്റേജിൽ കിട്ടിയ ലെമ്മ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ എ ബി ക്യു ആർ. ഓക്കെ, അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ പ്രീവിയസ് ബി ആണ് എന്താകുന്നത്? എ. ആൻഡ് പ്രീവിയസ് സ്റ്റെപ്പിൽ റിമൈൻഡർ ആണ് ന്യൂ ബി. അപ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യുക. 1 time ഇതാണ് നമ്മുടെ പുതിയ കോഷ്യന്റും റിമൈൻഡറും. ഓക്കെ, ദിസ് ഇസ് അവർ ക്യൂ ആൻഡ് ദിസ് ഇസ് അവർ റിമൈൻഡർ. സ്റ്റേറ്റ്മെന്റ് എഴുതാം. എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. എ എന്താണ്? 272 is equal to ബി എന്താ? 148
8 into quotient is 1 plus 1 to 4. ഇതാണ് നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ ആൻസർ. ഇവിടെയും റിമൈൻഡർ 0 അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. സോ A, B, Q and R. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മുടെ പ്രീവിയസ് B ആണ് എന്താകുന്നത്? ന്യൂ A ആകുന്നത്. സോ ദിസ് ഈസ് അവർ ന്യൂ A ആൻഡ് പ്രീവിയസ് റിമൈൻഡർ ആണ് നമ്മുടെ പുതിയ B. Okay, so A is 148 and B is 124. 148 divided with 124. അപ്പോൾ നമ്മുടെ റിമൈൻഡർ 24ഉം ക്വോഷ്യൻ്റ് 1ഉം കിട്ടി. അഗൈൻ റിമൈൻഡർ എന്തായി? 0 ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. സോ A is equal to ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. A എന്ന് പറയുന്നത് എത്രയാണ്? 148 is equal to 124 into quotient at this stage is 1 plus 24 is our remainder. Okay. A, B, Q, R. The step 4 A, B, Q and R ആണ്. Okay. ഇനി step 5. സ്റ്റെപ്പ് 5 നമ്മൾ എന്താ പറഞ്ഞേ? ബി, പ്രീവിയസ് ബി ആണ് നമ്മുടെ പുതിയ എ എന്ന് പറയുന്നത്. സോ എ ആൻഡ് പ്രീവിയസ് ആർ വിൽ ബിക്കം അവർ നെക്സ്റ്റ് സ്റ്റെപ്പിലെ എന്താകും? ബി ആകും. therefore എ എന്ന് പറയുന്നത് ഇൻ ദി ഫിഫ്ത്ത് സ്റ്റെപ്പ് വിൽ ബി 124 ആൻഡ് ബി വിൽ ബി 24. അപ്പോൾ 124 ഡിവൈഡഡ് വിത്ത് 24 5 times. Okay, so this is our new quotient and remainder. ഇവിടെ റിമൈൻഡർ എന്തായിട്ടില്ല? 0 ആയിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യണം. അപ്പം അതിന് മുന്നേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. A is 124 equal to B 24 into quotient 5 plus the remainder 4. Okay. സിക്സ്ത് സ്റ്റെപ്പ് ചെയ്യുകയാണ്. അതിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീവിയസ് ബി. സോ ദിസ് ഇസ് അവർ എ ആൻഡ് പ്രീവിയസ് ആർ ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. സോ എ ഈസ് ഈക്വൽ ടു 24 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4. സി, സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മുടെ റിമൈൻഡർ എന്തായി? 0 ആയി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ട? ഫർദർ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ ആണ് അല്ലേ? അപ്പം ഈ സ്റ്റെപ്പിൽ നമ്മുടെ എ എന്താണ്? 24 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ക്വോഷ്യൻ്റ് ഇസ് 6 പ്ലസ് 0 റിമൈൻഡർ. ഓക്കെ, ദിസ് ഇസ് അവർ സ്റ്റേറ്റ്മെൻറ്റ്. എ, ബി, ക്യൂ, ആർ. അപ്പം നമ്മുടെ റിമൈൻഡർ എന്ത് കിട്ടി? നമുക്ക് 0 കിട്ടി. ഇനി ഫർദർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ HCF കണ്ടുപിടിക്കാനായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. HCF ഓഫ് 12576,4052. ഇത് HCF കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റിമൈൻഡർ 0 ആകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ HCF ഓഫ് 12576 ആൻഡ് 4052 ദ ഗിവൺ 2 നമ്പേഴ്സ്. ഇതാണ് നമ്മുടെ 2 നമ്പേഴ്സ്. ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലെ ഡിവൈസർ എന്താണോ അതാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എന്താണ്? സിക്സ്ത് സ്റ്റെപ്പാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് അല്ലേ? കാരണം സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മുടെ റിമൈൻഡർ 0 ആകുന്നുണ്ട്. റിമൈൻഡർ 0 ആയാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു സ്റ്റോപ്പ് ദെയർ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യുന്നത് വെൻ ദ റിമൈൻഡർ ബിക്കം 0 നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ആക്കും. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പിൽ നമ്മുടെ ഡിവൈസർ എന്താണോ അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഡിവൈസർ എന്താണ്? ഡിവൈസറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ബി വെച്ചാണ് നമ്മൾ ഡിവൈസറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിവൈസർ എന്ന് പറയുന്നത് എന്താണ്? 4 ഈക്വൽ ടു 4. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിവിഷൻ സ്റ്റെപ്പ് നേരത്തെ കാണിച്ചതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഒരുമിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിനി അതും കൂടെ കാണിക്കാം. അതായിരിക്കും കുറച്ചും കൂടെ
എളുപ്പവും ബെറ്ററും. ഓക്കെ, ബിക്കോസ് മറ്റേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബിയും എയും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബിയും എയും സെലക്ട് ചെയ്യുമ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ നമുക്ക് ആ മെത്തേഡും കൂടെ നോക്കാം, എന്നിട്ട് ഏതാണോ എളുപ്പം അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എയും ബി ഒക്കെ ഒന്നുകൂടെ എടുത്തെഴുതാം. 1 2 5 7 6 ആൻഡ് ബി എന്ന് പറയുന്നത് 4 0 5 2. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 2 5 7 6 is divided with 4 0 5 2. 3 times 1 2 1 5 6. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 2 4. ഇനി ഇവിടെ തന്നെ നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ സിമ്പിൾ ഇടുക. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പ്രീവിയസ് ബി ആണ് നമ്മുടെ, അല്ലെങ്കിൽ പഴയ സ്റ്റെപ്പിലെ ഡിവൈസർ ആണ് നമ്മുടെ പുതിയ ഡിവിഡൻറ്റ്. അപ്പോൾ പ്രീവിയസ് ഡിവൈസർ എത്രയായിരുന്നു? 4052. ദാറ്റ് വിൽ ബിക്കം അവർ ന്യൂ ഡിവിഡൻറ്റ്. അപ്പോൾ 4052 നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ എഴുതുക. 4052. പ്രീവിയസ് റിമൈൻഡർ ആണ് നമ്മുടെ ഡിവൈസർ. 420 ആണ് നമ്മുടെ ഡിവൈസർ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഡിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. 9 3780 സബ്ട്രാക്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വീണ്ടും ഡിവിഷൻ സിമ്പിൾ ഇടുക. പ്രീവിയസ് റിമൈൻഡർ ആണ് പുതിയ ഡിവൈസർ. പഴയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലെ ഡിവിഡൻറ്റ് ആണ് എന്ത്? പുതിയ ഡിവൈസർ. അപ്പോൾ 420. 1 time 272. റിമൈൻഡർ 0 ആയിട്ടില്ല, so we continue the process. Previous reminder becomes our new divisor. പഴയ സ്റ്റെപ്പിലെ ഡിവിഡൻറ്റ് becomes our, divisor becomes our new dividend. 272. വീണ്ടും റിമൈൻഡർ is not 0, so we continue the process. So 148 ആണ് നമ്മുടെ പ്രീവിയസ് സ്റ്റെപ്പിലെ ഡിവൈസർ. സോ ദാറ്റ് ബിക്കംസ് എ ന്യൂ ഡിവിഡൻറ്റ്. ഇവിടെ എഴുതുക 148. എത്ര പ്രാവശ്യം പോവും? 1. 124. സബ്ട്രാക്ട് ചെയ്യുക. 2 times 124. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക കേട്ടോ ഈ സ്റ്റെപ്പ്. ജസ്റ്റ് ഈ ലാസ്റ്റ് പോർഷൻ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം കേട്ടോ. 4. പഴയ സ്റ്റെപ്പിലെ ഡിവൈസർ becomes a new dividend. So 24. 6 times 24. 0. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇവിടുത്തെ ലാസ്റ്റ് സ്റ്റെപ്പിലെ ഡിവൈസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. കാരണം റിമൈൻഡർ 0 ആയിട്ടുണ്ട്. സോ HCF എന്ന് പറയുന്നത് എന്താണ്? HCF ഓഫ് 12576, 4052. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ ഡിവൈസർ ഇസ് 4 ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടില്ല. അപ്പം നമ്മളിനി സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ബി, ദിസ് ഇസ് എ ക്യൂ, ഇതാണ് നമ്മുടെ ആർ, സ്റ്റെപ്പ് 1-ൻ്റെ. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതാം. സ്റ്റെപ്പ് 1-ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഇസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. അപ്പോൾ 12576 ഇസ് ഈക്വൽ ടു ബി 4052 ഇൻറ്റു 3 പ്ലസ് 420. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇവിടെ എ എന്ന് പറയുന്നത് 4052, ഇതാണ് നമ്മുടെ ബി, ക്യൂ ആൻഡ് ആർ. ഓക്കെ, പ്രീവിയസ് റിമൈൻഡർ ആണ് നമ്മുടെ പുതിയ ബി. ഓക്കെ, അപ്പോൾ 4052 ഇസ് ഈക്വൽ ടു
420 into 9 plus 272. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ്, ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഇവിടെ എ എന്ന് പറയുന്നത് 420, ബി is 272, Q and this is our R. So A is 420, B എന്ന് പറയുന്നത് 272 into 1 plus 148. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, ഇതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്. എ എന്താണ്? 272. പ്രീവിയസ് റിമൈൻഡർ ആണ് ബി. Quotient and this is our remainder. So 272 is equal to 148 into 1 plus 124. Fifth step. ഇതാണ് നമ്മുടെ fifth step. A, this is a B, quotient and remainder. So 148 is equal to 124 into 1 plus 24. സിക്സ്ത് സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം കേട്ടോ. സോ സിക്സ് സ്റ്റെപ്പ് നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എ is 124. So 124 is equal to 24 into 5 plus remainder at this stage is 4. പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് ചെയ്തത്. ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, അവിടുത്തെ എ, ബി, this is a quotient and ഇതാണ് നമ്മുടെ R. So final സ്റ്റെപ്പിൽ 24 is equal to B എന്താണ്? 4 into quotient is 6 plus remainder 0. So ഇതാണ് നമ്മുടെ B. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്, ഫൈനൽ ആൻസറും എഴുതിയിട്ടുണ്ട്. സോ എച്ച് സി എഫ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പിൽ റിമൈൻഡർ 0 ആവുന്ന സ്റ്റേറ്റിലെ ഡിവൈസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ വിച്ച് ഇസ് 4. ഇപ്പോൾ സ്റ്റെപ്പ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.